ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു അസ്യൂസിൻ്റെ ലാപ്ടോപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ലാപ്ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ട് ഇതിൻ്റെ കീബോർഡ് ഡിസ്കണക്റ്റ് ആക്കുക. അതേമാതിരി ഈ ഡിസ്പ്ലേൻ്റെ കൂടെ എന്തോ ഒരു പീസ് സ്റ്റക്ക് ആയിക്കുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിക്ക് ഈ ഒരു ലാപ്ടോപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കീബോർഡ് ഡിസ്കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കീബോർഡ് നോർമലായിട്ടല്ല വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഏതൊക്കെ ഒരു കീ പ്രസ്സായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള കീബോർഡ് ഉപയോഗിക്കുക. റീപ്ലേസ് ചെയ്യേണ്ടവർക്ക് റീപ്ലേസ് ചെയ്യുക. ഈ ഒരു ടൈപ്പ് കീബോർഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൂടി റിമൂവ് ചെയ്യേണ്ട ടൈപ്പ് കീബോർഡാണ്. സാധാരണ ഇവിടുന്ന് ഇങ്ങനെ പോപ്പ് ചെയ്യേണ്ട ടൈപ്പ് കീബോർഡ് ഉണ്ട്. പക്ഷേ ഇത് ബാക്കിൽ നിന്ന് അയച്ച് റിമൂവ് ചെയ്യേണ്ട ടൈപ്പിലുള്ള കീബോർഡാണ്. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ഇഷ്യൂസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാം, ഒന്നും പ്രസ് ആവണില്ല. നിങ്ങൾക്ക് കാണാം ചില സമയത്ത് ഏതെങ്കിലും കീ നെങ്ങിക്കൊണ്ട് അടിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നും പ്രസ് ആവണില്ല. ഈ കീബോർഡ് കംപ്ലീറ്റ് ഡെഡായ മാതിരി. ഇപ്പോൾ ബട്ട് ചില കണ്ടീഷനിൽ ഇത് നെങ്ങി ഇങ്ങനെ പോവും. പിന്നെ അതേമാതിരി ചെറിയ ടൈപ്പ് ലാഗും ഫീൽ ചെയ്യും. ഇങ്ങനെ കീബോർഡ് നെങ്ങിക്കേണ്ട കണ്ടീഷൻ വരികയാണെങ്കിൽ ഈ ലാഗിങ് കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഫീൽ ചെയ്യും. പിന്നെ വിൻഡോ ഓൺ ആവാൻ തന്നെ പ്രയാസം മാതിരിയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം മിക്കവാറും കീബോർഡിൻ്റെ ഇഷ്യൂസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കീബോർഡ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യണുള്ളൂ കീബോർഡ്. പിന്നെ എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുകയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ ഡോട്ടൊക്കെയാണ്, അതൊന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഡിസ്പ്ലേ മാറേണ്ടി വരും. എന്തൊക്കെയോ അടിയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വർക്കിലേക്ക് പോവാം. ഇത് ഓഫ് ആക്കാൻ പോവാം. ഇവിടെ ഒരു സ്ലോട്ട് കാണുന്നുണ്ട്. റാം ആയിരിക്കും ഇവിടെ. അപ്പോൾ ഏതായാലും നമുക്ക് അയച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഓണർ ഇവിടെ ഒരു സ്റ്റിക്കർ എന്തോ ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് കീബോർഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ടൈപ്പ് കീബോർഡ് ഫ്രണ്ടിലത്തെ പോർഷൻ മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യലാണെന്ന്. അതായത് ടച്ച് പാഡ് അടക്കം റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യലാന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കീബോർഡ് മാത്രമായിട്ട് തന്നെ ഊരിയെടുക്കാൻ കഴിയും. സോൾഡർ ചെയ്ത് കണ്ടൊക്കെയാണ് അത് ചെയ്യൽ. അങ്ങനെ ശരിക്കും ചെയ്യേണ്ട ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആ വീഡിയോ പോയിട്ട് ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കീബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടതൊന്നും കാണിക്കുന്നത് ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യേണ്ടത് മാത്രമേ കാണിക്കണുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് റിമൂവ് ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോ കണ്ട ഒരു കോൺഫിഡൻറ്റ് കിട്ടും. ഇൻറ്റേർണൽ കീബോർഡും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഡിസ്കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനത്തെ പ്രോപ്പറായ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് ഈ ടൂൾ ഇഷ്ടമായിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കേണ്ടതായ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്രൂസൊക്കെ ഒന്ന് അയച്ചു നോക്കാം. പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ കീബോർഡ് ഫ്രണ്ടിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റേണ്ട. അത് സാധാരണ കുറച്ചൊക്കെ പഴയ ടൈപ്പിലൊക്കെ അങ്ങനത്തെ കീബോർഡ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് തന്നെ കീബോർഡിൻ്റെ അടിയിലായിട്ട് ഒരു ഗ്യാപ്പിൽ ഒരു ക്ലിപ്പ് ചെയ്ത് കണ്ട് നേരെ പൊക്കിയെടുക്കാവുന്ന ടൈപ്പ് കീബോർഡ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു കീബോർഡിൻ്റെ വീഡിയോസ് എന്തുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആ ടൈപ്പ് കീബോർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ട് ഡയറക്റ്റ് ആ കീബോർഡുമ്പോൾ തന്നെ എഡ്ജിലൊക്കെ വർക്ക് ചെയ്ത് കണ്ട് എഡ്ജിലൊക്കെ ഓരോ സൈഡിൽ പ്രസ് ചെയ്ത് ആ ക്ലിപ്പ് റിലീസാക്കി കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആ കീബോർഡ് കൊണ്ട് പൊക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ പൊക്കിയെടുത്ത് അതിൻ്റെ ഫ്ലെക്സ് കേബിളോ അങ്ങനെ ഒരു കണക്ടർ റിമൂവ് ചെയ്ത് കണ്ട് വേറെ റീപ്ലേസ് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ ലാപ്ടോപ്പിൻ്റെ ഇവിടെ ഒരു ബാറ്ററി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അതായത് ഇതിപ്പോൾ ഇൻറ്റേർണലാണ് ബാറ്ററി വരുന്നത്. ചിലതിന് എക്സ്റ്റേണലായിട്ട് ഇവിടെ ഇങ്ങനെ 2 ലോക്കിങ്ങിൽ ബാറ്ററി കൊടുക്കും. അപ്പോൾ അത് അൺലോക്ക് ചെയ്തുകൊണ്ട് രണ്ടും ഇങ്ങനെയാണ്ട് ഇങ്ങനെയാണ്ട് പൊക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പൊക്കിക്കാണ്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിന് പല സ്ക്രൂവും പല സൈസിലാണ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ പിന്നീട് അത് സ്ക്രൂ ഇടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണപ്പോൾ സ്ക്രൂസും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കുറേ തീരുമാനമായിക്കണം. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ചിലത് സ്ക്രൂ ഊരിയാൽ തന്നെ നേരെ തുറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാരണം ചില ടൈപ്പ് ഒരു ലോക്കിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ഊരേണ്ടി വരും. എളുപ്പം കിട്ടേണ്ട ഭാഗത്തുനിന്ന് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. ഉപയോഗിക്കാത്ത എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് കൊടുക്കുക. ഓവറായിട്ട് പുഷ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ടൂളിനാണ് പ്രേ ടൂൾ എന്ന് പറയും. അപ്പോൾ ഈ ടൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാലും മതിയാവും. ഇതിൻ്റെ ബാറ്ററി ഇൻബിൽഡ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഈ കണ്ടക്ഷൻ ടൈപ്പുള്ള സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് തുറക്കാതെ അത് സ്ക്രാച്ച് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ കേസ് അത് ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മദർ ബോർഡുമ്പോൾ ഷോർട്ട് ആയിക്കാണ്ട് മദർ ബോർഡ് കംപ്ലൈൻ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോവിൽ തന്നെ എടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ ചെറിയ ടൈപ്പ് ക്ലിപ്പിംഗ് ആണ്. അതൊക്കെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ലാപ്ടോപ്പിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ സ്ക്രീൻ പൊക്കിയിട്ട് സ്ക്രീനിൻ്റെ 2 കോർണർ സൈഡിലും ഒരു ക്ലിപ്പും പാടി ഉണ്ടാവും. അതുമ്പാടി നമുക്ക് ഈ പ്രേ ടൂൾ വെച്ച് കണ്ട് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പൊക്കി എടുക്കാവുന്നതാണ്. ഈ കീബോർഡിൻ്റെ ഈ ഫ്രണ്ടത്തെ ഈ പോർഷൻ ഒന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അത് ഫുള്ളായിട്ട് അപ്പോൾ തന്നെ പൊക്കരുത്. അതിലൊരു ഫ്ലെക്സ് കേബിൾ വരുന്നുണ്ടാവും. കേബിളിൻ്റെ കണക്ടർ റിലീസ് ചെയ്തിട്ട് നമുക്ക് ഒന്നായിട്ട് പൊക്കിയെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ചില ടൈപ്പ് ലാപ്ടോപ്പ് നോട്ട്ബുക്ക് ആവട്ടെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് വരുന്നുണ്ട്. അതായത് കീബോർഡിൻ്റെ പോർഷന് പൊക്കാൻ പറ്റാതെ അടിയിൽ നിന്ന് ഇക്കാരം ചില ലാപ്ടോപ്പ് പൊക്കാൻ പറ്റല്. ഈ കാർഡ് ഇട്ടുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇവിടെയും പതുക്കെ വയറെന്തുണ്ടോ എന്ന് നോക്കിയിട്ട് ലിഫ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വയറ്. അപ്പോൾ ഈ വയറൊന്ന് ഈ ഒരു കണക്ടർ അൺപ്ലഗ് ചെയ്യാം. ഇത് ടച്ച് പാഡിൻ്റെ കണക്ടറാണ് മൗസിൻ്റെ. അപ്പോൾ ഇതാണ് കീബോർഡിൻ്റെ വയറുണ്ട്. ഓക്കെ, ഇതാണ് ആ പോർഷന്. ഇതാണ് പറഞ്ഞ കീബോർഡ് ഇവിടെ ഇതിന് അറ്റാച്ച് ആയിട്ട് ഉണ്ട്. നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പൊക്കാൻ കഴിയില്ല. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ഇടയിലൊരു ഗ്യാപ്പുള്ള ടൈപ്പിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പൊക്കി കീബോർഡ് എടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഓരോ ഭാഗം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പൊക്കിയെടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ടർ എങ്ങനെ ഊരല് വെച്ചാൽ ഈ ടൈപ്പ് കണക്ടർ ഇത് ഈ ഭാഗം കൊണ്ട് മാറ്റിയൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് കണക്ടർ ഇങ്ങനെ പൊക്കിയിട്ടാണ് ഊരുക. അങ്ങനെ പൊക്കിയിട്ട് കേബിള് റിമൂവ് ചെയ്യുക. പിന്നെ അതേപോലെ കേബിൾ ഇട്ടിട്ട് ഇത് ശരിക്കും ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫാന് സെൻട്രലാണ് വേണ്ടത്. കുറച്ച് പൊടിയും. അപ്പോൾ ഗൈസ്, അസ്യൂസിൻ്റെ X554L എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ ലാപ്ടോപ്പ് ഇങ്ങനെ കീബോർഡ് പൊക്കിൻ്റെ ശേഷമാണ് നമുക്ക് ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആവട്ടെ, അതേമാതിരി തന്നെ ഹാർഡ് ഡിസ്ക് റീപ്ലേസ്മെൻറ്റ്, മദർ ബോർഡുമ്പോൾ തന്നെ ബിൽഡിൻ ആയിട്ടുള്ള റാം വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണലായിട്ട് റാം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ
റിമൂവ് ചെയ്യേണ്ട മുന്നായിട്ട് ഒരു പോർഷൻ കണ്ടിരുന്നു. ഒരു സ്ക്രൂ ഊരിയാൽ തന്നെ ആ പോർഷൻ പോരും. ആ പോർഷനിൽ എനിക്ക് എക്സ്റ്റേണൽ റാം സ്റ്റിക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് വെച്ച് ബാക്കി എന്ത് സംഭവം ഫാൻ റീപ്ലേസ്മെൻറ്റ്, ബാറ്ററി റീപ്ലേസ്മെൻറ്റ്, അതേമാതിരി തന്നെ ആ ഡിസ്ക് സ്പീക്കർ എല്ലാം റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം പൊക്കിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അതേമാതിരി ടച്ച് പാഡ്, കീബോർഡ് ഒക്കത്തിനും ഈ ഒരു ഭാഗം പൊക്കണം. ഡിസ്പ്ലേ റീപ്ലേസ്മെൻ്റ് ഒക്കെ വേറെ ഈ ഒരു ഭാഗം പൊക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യണുള്ളൂ. ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് ക്ലീനിങ് ഇത് മൊത്തമായിട്ട് ഡിസസംബിൾ ചെയ്ത് കണ്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് എടുക്കേണ്ട ഒരു വീഡിയോ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.